ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീട് പണിയൊക്കെ എവിടെ വരെയായി? തുടങ്ങിയില്ല അല്ലേ? ഞാൻ തന്ന പണവും ആൺമക്കൾക്ക് വീതം വെച്ചു കൊടുത്തോ? ഇല്ല. ആ പണം മാധവേട്ടൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയപ്പോ ഏതോ കള്ളൻ അപഹരിച്ചു. എന്നിട്ട് പോലീസില് പരാതി കൊടുത്തില്ലേ? ഒക്കെ ചെയ്തു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ദാനം കിട്ടിയത് പോലും അനുഭവിക്കാൻ വിധിയില്ലാത്തവരുടെ കാര്യം പറഞ്ഞിട്ട് എന്തു ഫലം? വിഷമിക്കാതെ. നഷ്ടപ്പെട്ട പണത്തെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്തു കാര്യം? ഇപ്പോഴത്തെ ഈ സങ്കടത്തിന് പരിഹാരം കണ്ടേ പറ്റൂ. പരസ്പരം അകന്നു കഴിയേണ്ടവരല്ല മാധവനും ചന്ദ്രികയും. ഒന്നിച്ച് ജീവിക്കാൻ കൊട്ടാരവും കോടികളും കളഞ്ഞിട്ട് വന്നവളാണ് നീ. എന്താ മക്കൾക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയപ്പോ നീ അതൊക്കെ മറന്നോ? മനസ്സ് പലപ്പോഴും നിസ്സഹായ അവസ്ഥയിലാവുന്നത് മക്കളുടെ മുൻപിലാണല്ലോ, അല്ലേ? അമിതമാകരുതൊന്നും. അത് ആത്മാർത്ഥതയായാലും മക്കളോടുള്ള സ്നേഹമായാലും. പരസ്പരം നിങ്ങൾ താങ്ങാകേണ്ട സമയത്ത് മക്കളുടെ ഇഷ്ടത്തിനൊത്തല്ല ജീവിക്കേണ്ടത്. സ്വന്തം ഇഷ്ടം നോക്കിയാ. അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടും. ജനിപ്പിച്ച തന്തയും തള്ളയും ജീവിച്ചിരിക്കുമ്പോ തന്നെ വെലിച്ചോറുരുട്ടി അനാഥാലയത്തിൽ തള്ളും മക്കള്. സോറി, സങ്കടം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. അതൊക്കെ പോട്ടെ. തൽക്കാലം ഇതിന് സ്ഥായിയായൊരു പരിഹാരം കാണണം. പരിഹാരോ? എന്തു പരിഹാരം? വീട് പണി പൂർത്തിയാക്കണം. ചന്ദ്രിക, എന്താ ആലോചിക്കുന്നേ? പണം എവിടുന്നല്ലേ? ഞാൻ തരും. എത്ര ലക്ഷം വേണമെങ്കിലും. അതല്ല, കോടികൾ വേണ്ടി വന്നാൽ അതും. നിന്റെ ഈ കണ്ണിലെ നിസ്സഹായത കാണുമ്പോ എന്റെ നെഞ്ചിലുണ്ടാകുന്ന പിടച്ചിലുണ്ടല്ലോ, അത്രത്തോളം വരില്ല ഒന്നും. ചന്ദ്രികയും മാധവേട്ടനും ഒരുമിച്ച് ഒരിടത്ത് താമസിക്കണം. അതിന് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ഒരു വീട്, മാധവേട്ടന്റെ സ്വപ്നത്തിലെ കൊട്ടാരം. ലക്ഷങ്ങളോ കോടികളോ ആവട്ടെ, ചെലവ് ഈ ഊർമിള വഹിക്കുന്നു. മാനത്തെ കൊട്ട